അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹിയ അശദ്ദു അല ശൈത്താനി മിനൽ ഹദീദ്. ആയുധം കൊണ്ട് ഉപദ്രവിക്കുന്നതിനേക്കാളും പിശാചിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇത്. ഇത് പറഞ്ഞത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ അബ്ദുല്ലാഹ് എന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ലഹിയ അശദ്ദു അല ശൈത്താൻ, പിശാചിന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണിത്. മിനൽ ഹദീദ്, ആയുധം കൊണ്ട് അവനെ ഉപദ്രവിക്കുന്നതിനേക്കാളും അവനിക്ക് പ്രയാസമുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. ഏത് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞെന്നറിയോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അത്തഹയ്യാത്തിന് വേണ്ടി ഇരുന്ന് കഴിയുമ്പോൾ വലഅ യദൈഹി അലാ റുക്ബതൈഹി, മുട്ടുകാലിനോട് ചേർത്തുകൊണ്ട് രണ്ട് കൈകളും നമ്മൾ അത്തഹയ്യാത്തിൽ വെക്കാറുണ്ടല്ലോ, ഇതുപോലെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്യാറുണ്ട്. നിസ്കാരത്തിൽ അത്തഹയ്യാത്തിലിരിക്കുന്ന സമയത്ത് രണ്ട് കൈകളും മുട്ടിനോട് ചേർത്ത് വെക്കും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അത്തഹയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അശാറ ബി ഇസ്ബഅൈഹി, മുസബ്ബിഹ വിരൽ കൊണ്ട് എന്ത് ചെയ്യും? ഇശാറത്ത് ചെയ്യും, ഉയർത്തിപ്പിടിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നർത്ഥം വരുന്ന ഷഹാദത്തിൻ്റെ വചനമെത്തുന്ന സമയത്ത് ആ മുസബ്ബിഹ വിരൽ പതുക്കെ ഒന്ന് ഉയർത്തും. സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മളും ഇപ്പോൾ അത്തഹിയ്യാത്തിൽ അങ്ങനെ ചെയ്യുന്നത്. മഹാനവറുകൾ പറയാണ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്ബഅഹ ബസറുഹു, മുസബ്ബിഹ വിരലിലേക്ക് എന്ത് ചെയ്യും? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നോക്കുമായിരുന്നു. സ്വഹാബത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ഇല്ലല്ലാഹ് പറയുമ്പോൾ വിരൽ ഉയർത്തുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അല്ലയോ സഹാബത്തെ, അല്ലയോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഇങ്ങനെ നമ്മൾ വിരൽ ഉയർത്തുകയും ആ വിരലിലേക്ക് ആ സമയത്ത് നോക്കുകയും ചെയ്യുമ്പോൾ ഇബ്ലീസിന് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതെന്ന്. എന്തുകൊണ്ട്? അത് തൗഹീദിൻ്റെ സൂചനയാണ്. ഒരു അടിമ ഏകനായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന സമയം, നിമിഷം, അതിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ നിലയിലും അംഗീകരിക്കുന്ന സമയം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നതാണ് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കുന്നവരാ, അത്തഹയ്യാത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ മുസബ്ബിഹ വിരൽ ഉയർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഉയർത്തുന്ന സമയത്ത് നാം അതിലേക്ക് നോക്കണം എന്നുള്ളത് സുന്നത്താണ്. അതിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്നും അത് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നതാണ് എന്നും നാം അറിഞ്ഞിരിക്കണം. അത്തഹയ്യാത്ത് നമ്മൾ അശ്രദ്ധമായിട്ട് ഓതേണ്ടതല്ലല്ലോ, അതിലെ ഓരോ ഹർഫുകളും നമ്മൾ ശ്രദ്ധയോടുകൂടി ഓതേണ്ടതല്ലേ. അപ്പോൾ അത്തഹയ്യാത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ, ഷഹാദത്തിൻ്റെ സമയമാകുന്ന സമയത്ത് നാം അശ്രദ്ധമായി പോകാതെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ കർമ്മം ചെയ്യുകയും ഇബ്ലീസിന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്നും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്നും നാം മനസ്സിലാക്കിക്കൊണ്ടത് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു ആനന്ദവും പ്രത്യേകമായൊരു അനുഭൂതിയും നമുക്കത് നിസ്കാരത്തിൽ ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിൻ്റെ എല്ലാവിധ കെണി വലകളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.